NHM കേന്ദ്ര ഫണ്ട് അടിയന്തരമായി അനുവദിക്കുക, കേരളത്തിലെ ആരോഗ്യ മേഖലയോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് NHM ജീവനക്കാരും ആശാപ്രവർത്തകരും പ്രതിഷേധത്തിൽ. NHM മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളവും ആശാപ്രവർത്തകർക്ക് ഓണറേറിയവും ഇൻസെന്റീവും മുടങ്ങിയതായി ജീവനക്കാരുടെ സംഘടന ആരോപിക്കുകയാണ്. മാസം പകുതി കഴിഞ്ഞിട്ടും ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്ത സാഹചര്യമാണെന്ന് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നു. NHM പദ്ധതി പ്രകാരം ഈ സാമ്പത്തിക വർഷം കേന്ദ്രം അനുവദിക്കേണ്ട തുകയിൽ അല്പം പോലും കേരളത്തിന് ലഭിച്ചിട്ടില്ല. NHM മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളവും ആശാപ്രവർത്തകർക്ക് ഹോണററിയവും ഇൻസെന്റീവും എല്ലാം മുടങ്ങുന്ന സ്ഥിതിവിശേഷമാണെന്ന് ജീവനക്കാർ പറയുന്നു. പുതുക്കിയ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് കേന്ദ്രവിഹിതം ലഭിക്കാത്തത് തടസ്സമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാർ പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങിയത്. എറണാകുളത്ത് BSNL ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ. കേരളത്തിന് അനുവദിച്ച് നൽകേണ്ടതായിട്ടുള്ള ഫണ്ട് കേന്ദ്രവിഹിതം കൃത്യമായിട്ട് നൽകാത്തത് മൂലം ഞങ്ങൾക്ക് കഴിഞ്ഞ 3 മാസമായിട്ട് ശമ്പളം കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. 9 മാസമായിട്ട് ഞങ്ങളുടെ സാലറി ഉയർത്താമെന്ന് പറഞ്ഞിട്ടും ഉയർത്തിയിട്ടില്ല. അതിൻ്റെ അരിയറും ഇതുവരെ കിട്ടിയിട്ടില്ല. പണം ലഭിക്കാത്തത് മൂലം കേരളത്തിലെ ജനകീയ ആരോഗ്യ സംരക്ഷണ സേനയായ ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ്, ഹൃദ്യം, ഡയാലിസിസ്, പാലിയേറ്റീവ് കെയർ, വിവിധ ആരോഗ്യ സേവനങ്ങൾ തുടങ്ങി പല അടിയന്തര പൊതുജനാരോഗ്യ പരിപാടികളും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. എന്തു ജോലിയും എപ്പോൾ പറഞ്ഞാലും ചെയ്യണമെന്നുള്ളതാണ്, അടിമകളെ പോലെ പണിയെടുക്കുക എന്നുള്ളതാണ് NHM ജീവനക്കാരുടെയോ ആശമാരുടെയോ സ്കൂൾ ഹെൽത്ത് നഴ്സസിന്റെയോ ഒക്കെ ഇപ്പോഴത്തെ സാഹചര്യം. പാവപ്പെട്ട രോഗികളുടെ ജീവിതം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാർ സമരരംഗത്തേക്ക് ഇറങ്ങിയതെന്നും സംഘടനകൾ പറഞ്ഞു. NHM കേന്ദ്ര ഫണ്ട് അടിയന്തരമായി അനുവദിക്കാൻ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്,